മാസപ്പടിയിൽ മാത്യു കുഴൽനാടൻ മുന്നോട്ട് തന്നെ. വിഷയത്തിൽ ഓരോ ഫോളോ അപ്പുകളുമായി വീണ്ടും രംഗത്ത് വരികയാണ് മൂവാറ്റുപുഴ എം.എൽ.എ. നിയമസഭയിലടക്കം ക്രുദ്ധനായി പിണറായി പ്രതികരിച്ചിട്ടും പിന്നോട്ടില്ലെന്ന ഉറച്ച നിലപാടിലാണ് മാത്യു നിലകൊള്ളുന്നത്. ഇതനുസരിച്ചാണ് ഇന്നലെ അദ്ദേഹം വീണ്ടും വാർത്താസമ്മേളനം നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന് കരിമണൽ കമ്പനി KMRL മാസപ്പടി എന്തിനു നൽകിയെന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു മാത്യുവിന്റെ ഇന്നലത്തെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. തോട്ടപ്പള്ളിയിൽ 3 വർഷമായി നടക്കുന്ന കരിമണൽ ഖനനത്തിലുള്ള പ്രതിഫലനമാണെന്നാണ് മാത്യു ആരോപിച്ചത്. KMRL കമ്പനിക്ക് യഥേഷ്ടം കരിമണൽ ലഭിക്കാൻ വഴിയൊരുക്കിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ 2018 ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗമാണെന്ന് മാത്യു വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഇപ്പോഴും KMRLന് ലഭിക്കുന്നത് ഈ യോഗത്തിന്റെ തീരുമാനത്തിലാണ്. മാസപ്പടിക്ക് കാരണമായ സേവനം ഇതാണ്. പ്രളയത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സ്വാമിനാഥൻ കമ്മീഷൻ പഠനത്തിന്റെ ഒരു പരാമർശമാണ് ഇതിന് കരുവാക്കിയത്. കുട്ടനാട്ടിലെ വെള്ളം ഒഴുകിപ്പോകാൻ കുട്ടനാട് മുതൽ സ്പിൽവേ വരെ കനാലിലെ തടസ്സം നീക്കി വൃത്തിയാക്കണമെന്ന് സ്വാമിനാഥൻ കമ്മീഷൻ പറഞ്ഞിരുന്നു. അതിൽ പിടിച്ചാണ് സ്പിൽവേയിൽ നേരത്തെ സാമൂഹിക വനവൽക്കരണ പദ്ധതി പ്രകാരം വെച്ചുപിടിപ്പിച്ച കാറ്റാടി മരങ്ങൾ നീക്കി കരിമണൽ ഖനനത്തിന് പിണറായി സർക്കാർ കളമൊരുക്കിയത്. ദുരന്ത നിവാരണ നടപടി എന്ന പേരിൽ KMRL കമ്പനിക്ക് കരിമണൽ കടത്താൻ സൗകര്യമൊരുക്കുകയാണ് സർക്കാർ ചെയ്തത്. അത് വ്യക്തമാക്കുന്ന സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് കൈവശമുണ്ട്. ഇക്കാര്യം തിരിച്ചറിഞ്ഞ നാട്ടുകാർ രംഗത്ത് വന്നപ്പോൾ പുറക്കാട് ഗ്രാമപഞ്ചായത്ത് KMRLന്റെ കരിമണൽ ഖനനം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകി. എങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ ഖനനം തുടരുകയാണ്. കരിമണൽ മാസപ്പടി പ്രശ്നത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസിൽ പരാതി നൽകിയെങ്കിലും 2.5 മാസമായിട്ടും യാതൊരു പ്രതികരണവുമില്ല. തുടർ നടപടിയില്ലാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് കുഴൽനാടൻ പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ വീണ അടച്ച നികുതിയുടെ കണക്കിൽ ധനവകുപ്പ് തെറ്റിദ്ധരിച്ചുവെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു. ചോദിക്കുന്ന വിവരങ്ങൾക്ക് മറുപടിയില്ല. പൗരൻ എന്ന പരിഗണന പോലും നൽകുന്നില്ല. അഴിമതി മറയ്ക്കാൻ സർക്കാർ സംവിധാനം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ കൊള്ളയ്ക്ക് കൂട്ടുനിർത്തുന്നുവെന്ന് മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി. മാസപ്പടി എന്ന വിഷയത്തിലെ 1.72 കോടിയിൽ സംസ്ഥാനത്തിന് കിട്ടേണ്ട നികുതി കിട്ടിയിട്ടുണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. വിജിലൻസിലടക്കം കൊടുത്ത കത്തുകളിൽ സർക്കാർ മറുപടി നൽകുന്നില്ല. മാസപ്പടി വിഷയത്തിലെ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്തുന്നത് തടയാൻ ആസൂത്രിത ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷയത്തിൽ കൃത്യമായ രേഖകൾ സമർപ്പിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഒരു MLA എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം സർക്കാർ നൽകുന്നില്ല. നിർണായകമായ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ സർക്കാർ ഒഴിഞ്ഞു മാറുകയാണ്. ഇത് MLA എന്ന നിലയിൽ എൻ്റെ അവകാശത്തിന്റെ ലംഘനം കൂടിയാണ്. RTI പ്രകാരം ഒരു സാധാരണ പൗരൻ എന്തെങ്കിലും വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് 1 മാസത്തിനകം നൽകണമെന്നാണ് നിയമം. എന്നാൽ ഒരു MLA എന്ന നിലയിൽ ഞാൻ കൊടുത്ത കത്തുകൾക്ക് സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. മാസപ്പടി വിവാദം മുഖ്യമന്ത്രിയിലേക്ക് എത്താതിരിക്കണം എന്നതാണ് ഇതിന് പിന്നിൽ, മാത്യു കുഴൽനാടൻ വ്യക്തമാക്കി.